ഹായ് നമസ്കാരം, ഞാൻ വിജേഷ് പ്രൈം സ്റ്റോൺ ദ കിങ് ഓഫ് ലാറ്ററേറ്റ്. നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ബേക്കൽ കോട്ടയിലേക്കൊന്ന് പോയി വരാം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നമ്മുടെ ഷോറൂമിലാണ്. കാണിക്കാൻ പോകുന്ന ദൃശ്യങ്ങൾ ബേക്കൽ കോട്ടയിലാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒന്നാണ് ബേക്കൽ കോട്ട. 1650 AD 1650 17-ാം നൂറ്റാണ്ടിൽ ശിവപ്പ നായക എന്ന് പറഞ്ഞ ചക്രവർത്തിയാണ് നമ്മുടെ ബേക്കൽ കോട്ട നിർമ്മിച്ചത്. ആ നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഏകദേശം 40 ഏക്കറിലാണ് ഇത് പരന്നു കിടക്കുന്നത്. കടലിനോട് ചേർന്നിട്ടുള്ള വെച്ചാൽ നമ്മുടെ ബ്ലൂ സീ, നീലക്കടൽ നമ്മളെ ബേക്കൽ കോട്ടയെ ഇങ്ങനെ ചുംബിച്ച് നിൽക്കുന്ന മാതിരിയാണ് ആ ഒരു ദൃശ്യങ്ങളും കാര്യങ്ങളുമൊക്കെ. അന്ന് നിർമ്മിച്ച ആ നിർമ്മിതി ഇന്ന് കാലക്രമേണ പല അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അന്ന് നിർമ്മിച്ച ആ നിർമ്മിതി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ബേക്കൽ കോട്ടയെക്കുറിച്ച് പറയുമ്പം ഇത് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 40 ഏക്കറിൽ ചെങ്കല്ല് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണിത്. അവിടുത്തെ ആ ചുറ്റുമതിലും കോട്ടയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചുറ്റുമതിൽ മുഴുവനായിട്ട് തന്നെ ചെങ്കല്ലിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അവിടുത്തെ അന്നത്തെ സേന ആളുകൾക്ക് ശത്രുക്കളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ചുറ്റുമതിലിന് ചുറ്റോടിട്ടും ഹോൾസും സുഷിരങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടുന്ന് വാച്ച് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ചക്രവർത്തിക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ശിവപ്പനായക പോലത്തുള്ള ചക്രവർത്തിമാരുണ്ടായിരുന്നു. അതിനുശേഷം ടിപ്പു സുൽത്താൻ അത് കയ്യേറിയിട്ട് അദ്ദേഹം കുറേ കാലം അത് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആ ഒരു ഈ പറഞ്ഞ 40 ഏക്കറിൻ്റെ ഭൂരിഭാഗം സ്ഥലത്തിൻ്റെ പാവിങ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ചെങ്കല്ല് കൊണ്ട് തന്നെയാണ്. ആ ചെങ്കല്ല് അതൊക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പല ഭാഗങ്ങളിലും പല ചെറിയ ചെറിയ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് എനിക്ക് വന്നത് അവിടെ ചെയ്തിരിക്കുന്ന 75% വർക്കിൽ 100% വർക്കിൽ 75% വർക്ക് ഇപ്പോഴും അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു കോട്ടയാണ് ചെങ്കല്ല് കൊണ്ട് ചെയ്തിരിക്കുന്നത്. അത് ഇപ്പോഴും ആ തനത് ഭംഗിയിലും അത് ഉറപ്പോട് കൂടിയിട്ട് തന്നെയാണ് നിൽക്കുന്നത്.